ഡ്രീം ദേവത ഷാവോയുടെ രൂപത്തിൽ ഹോങ്ങിയുടെ മുന്നിലെത്തി അവൻ്റെ ശക്തിയെല്ലാം വലിച്ചെടുക്കാൻ തുടങ്ങുന്നതുവരെയായിരുന്നു നമ്മൾ കണ്ടു നിർത്തിയത്. ബിങ്ഷുവിന് ഷാവോയുടെയും ദാലിയുടെയും കയ്യിൽ നിന്ന് ഡ്രീം ദേവതയുടെ ഒരു പോർട്രേറ്റ് കിട്ടിയിരുന്നല്ലോ. അവൻ അതുമായിട്ട് അന്ന് തന്നെ രാജാവിനെ ചെന്ന് കാണുന്നു. അദ്ദേഹം അവനോട് പറഞ്ഞ ഇമ്മോർട്ടൽ അതാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. തൻ്റെ മനസ്സറിഞ്ഞതുപോലെ അവൻ ആ ചിത്രം കൊണ്ടുവന്നത് രാജാവിനെ സന്തോഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവർ ഇമ്മോർട്ടൽ അല്ല, ദുർദേവതയാണെന്നാണ് തോന്നുന്നത്. ഒന്നുകൂടി നന്നായി അന്വേഷിച്ചിട്ട് വളരെ ആലോചിച്ച് മാത്രം ആ 100 പെൺകുട്ടികളെ അയച്ചാൽ പോരെ എന്ന് ബിങ്ഷു ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും ദേഷ്യം വരുന്നു. ഈ അന്വേഷണമൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ ചത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് നീ ഇതൊന്നും അന്വേഷിക്കേണ്ട, എന്നോട് പറയുന്നതൊന്നും അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. അതോടെ ബിങ്ഷുവിന് നിരാശനായി മടങ്ങേണ്ടി വരുന്നു. രാജകൽപ്പന പ്രകാരം ബാക്കിയുള്ള ഒഫീഷ്യൽസിൻ്റെ മക്കളെയൊക്കെ കളക്ട് ചെയ്യാനായിട്ട് അവൻ തൻ്റെ അസിസ്റ്റൻസിനെയും ബാക്കിയുള്ളവരെയും ഒക്കെ ഏൽപ്പിക്കുന്നു. എല്ലാ വീടുകളിൽ നിന്നും ബലമായിട്ടാണ് അവർ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ബിങ്ഷു ഈ സമയം ഷാവോയുടെയും ദാലിയുടെയും അടുത്ത് തിരികെ എത്തുന്നുണ്ട്. ഡ്രീം ദേവതയുടെ അടുത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണം. യാത്ര എത്ര ദിവസം എടുക്കുമെന്ന് അറിയാത്തതിനാൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ട് ബിങ്ഷു അവരെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നു. പെൺകുട്ടികളുടെ സാധനങ്ങൾ വാങ്ങിയ കൂട്ടത്തിൽ ഷാവോ ഒരു പെൻഡൻറ്റ് ടാനർക്കും വാങ്ങി നൽകുന്നുണ്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് അവിടെ കണ്ടൊരു ക്ഷേത്രത്തിലെ ഫോർച്യൂൺ സ്റ്റിക്ക് ഒന്ന് എടുത്തു നോക്കി ഭാവിയെപ്പറ്റി അറിയാനുള്ള ആഗ്രഹം ഷാവോയും ദാലിയും പ്രകടിപ്പിച്ചത്. ബിങ്ഷു അത് സമ്മതിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ക്ഷേത്രത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ആകാംക്ഷ കാരണം ദാലിക്ക് കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അവൾ വേഗം പ്രാർത്ഥനയൊക്കെ അവസാനിപ്പിച്ചിട്ട് വന്ന് ഫോർച്യൂൺ സ്റ്റിക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് കിട്ടിയത് ബാർലക്കിനെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റിക്കായിരുന്നു. അത് കാരണം ഒന്നുകൂടി ട്രൈ ചെയ്യാൻ ബിങ്ഷു അവളോട് പറയുന്നു. ഇത്തവണ താഴെ വീണ സ്റ്റിക്കിന് പകരം അവൻ അതെടുക്കാനായി കുഞ്ഞ സമയത്ത് അവൻ്റെ കയ്യിൽ നേരത്തെ തന്നെ ഒളിപ്പിച്ചു വെച്ചിരുന്ന മറ്റൊരു സ്റ്റിക്കാണ് ദാലിയെ കാണിച്ചത്. അവൻ ഇങ്ങനെ ഇത് മാറ്റുന്നത് ഷാവോ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അവളത് കണ്ടതായി ഭാവിക്കാതെ അവൻ്റെ അടുത്തേക്ക് വരുന്നു. ഇപ്പോൾ ദാലിക്ക് കിട്ടിയിരിക്കുന്നത് ഗുഡ് ലക്കിനെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റിക്കാണ് എന്നാണ് ബിങ്ഷു ദാലിയോട് പറഞ്ഞത്. ഷാവോയും അങ്ങോട്ടേക്ക് വന്ന് അവളുടെ ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ട്. അവൾക്ക് ശരിക്കും ഗുഡ് ലക്കിനെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റിക്ക് തന്നെയാണ് കിട്ടിയത്. അങ്ങനെ അവൾ സന്തോഷത്തോടെ മടങ്ങുന്നു. അവരെ റൂമിൽ കൊണ്ടാക്കിയ ശേഷം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡിയാവാൻ പറഞ്ഞിട്ട് ബിങ്ഷു പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ പുറത്തിറങ്ങിയ അവൻ ഉടനെ തന്നെ ആ മുറി പുറത്ത് നിന്ന് പൂട്ടുന്നു. വാതിൽ തുറക്കാൻ പറഞ്ഞ ഷാവോ കുറേ വാതിൽ തട്ടുന്നുണ്ടെങ്കിലും അവൻ തുറക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു താലിസ്മാൻ എടുത്ത് ആ ഡോറിൽ ഒട്ടിക്കുകയും ചെയ്യുന്നു. അതോടെ ഷാവോ ഷോക്കടിച്ച് പുറകിലേക്ക് മാറുന്നുണ്ട്. ഈ യാത്ര വളരെ അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് അവരെ കൊണ്ടുപോയി അവരുടെ ജീവൻ അപകടത്തിലാക്കാൻ തനിക്ക് കഴിയില്ല. അവരെ ഒഴിവാക്കുകയാണ്. ഡോറിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ താലിസ്മാൻ്റെ എഫക്റ്റ് 10 ദിവസം കഴിയുമ്പോൾ തീരും. അപ്പോൾ അവർക്ക് പുറത്തിറങ്ങാം. അതുവരെ കഴിക്കാനുള്ള ഫുഡൊക്കെ അതിനുള്ളിലുണ്ട്. പുറത്തിറങ്ങിയാലും അതുവരെ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഡ്രീം ദേവതയുടെ സ്ഥലം അന്വേഷിച്ച് വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ബിങ്ഷു അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ ഇങ്ങനെ ഒരു ചതി കാണിച്ചു കഴിഞ്ഞാൽ ദാലി അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. പക്ഷെ ഷാവോയ്ക്ക് അങ്ങനെ ചിന്തിച്ചിരിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ മുമ്പ് തന്നെ ബിങ്ഷുവിൻ്റെ പെരുമാറ്റം അവൾക്ക് സംശയമുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് അവൾ കരുതലോടെയായിരുന്നു വന്നത്. ആ ഫോർച്യൂൺ സ്റ്റിക്കിൽ നിന്ന് ഒരെണ്ണം അവൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അതുപയോഗിച്ച് ആ കതകിൻ്റെ വിടവിലൂടെ അവൾ ആ താലിസ്മാൻ കീറുന്നു. എന്നിട്ട് ഫയർ മാജിക് ഉപയോഗിച്ച് അതിൻ്റെ ലോക്കും പൊളിച്ച് അവർ പുറത്ത് കിടക്കുന്നുണ്ട്. എന്തായാലും ബിങ്ഷു തങ്ങളോട് ഇങ്ങനെ ചെയ്തതല്ലേ, അതിന് പകരമായിട്ട് അവൻ വാങ്ങി തന്ന സാധനങ്ങളും നമുക്ക് ഉപയോഗിച്ച് തീർക്കണമെന്ന് പറഞ്ഞ് ദാലി അവൻ വാങ്ങിക്കൊടുത്ത ആ സാധനങ്ങളൊക്കെ കുറേ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഡ്രീം ദേവതയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനായി ലിസ്റ്റ് വന്ന ഒഫീഷ്യൽസിൻ്റെ മക്കളുടെ കൂട്ടത്തിൽ ബിങ്ഷുവിൻ്റെ സ്ഥലത്തുണ്ടായിരുന്ന മജിസ്ട്രേറ്റിൻ്റെ പെൺമക്കളുമുണ്ട്. അവർക്കാണെങ്കിൽ മക്കളെ വിടാൻ ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് ഈ സൈനികർ അന്വേഷിച്ച് വരുന്ന സമയത്ത് അവർ പെൺമക്കളെ രണ്ടുപേരെയും ഒരു പെട്ടിക്കുള്ളിലാക്കി അടച്ചു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവർ പുറത്തെവിടെയോ പോയിരിക്കുകയാണ് എന്ന് ഉദ്യോഗസ്ഥരോട് കള്ളം പറയുന്നു. അവർ അവിടെയൊക്കെ അന്വേഷണം നടത്താനായി തുടങ്ങുന്നുണ്ടെങ്കിലും ഈ സമയത്ത് പെട്ടെന്ന് ഷാവോയും ദാലിയും കൂടി അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ആ മജിസ്ട്രേറ്റിനെയും അയാളുടെ ഭാര്യയെയും അച്ഛ അമ്മ എന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് അവരുടെ പെൺമക്കളാണ് തങ്ങൾ എന്ന രീതിയിലാണ് ഷാവോയും ദാലിയും പെരുമാറിയത്. മജിസ്ട്രേറ്റും ഭാര്യയും ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴത്തെ സിറ്റുവേഷനിൽ തങ്ങളുടെ പെൺമക്കളെ ആ യാത്രയ്ക്ക് വിടാൻ ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ കള്ളത്തരം അവർ പൊളിക്കുന്നില്ല. അങ്ങനെ ഷാവോയും ദാലിയും അവരുടെ പെൺമക്കളാണ് എന്നുള്ള രീതിയിൽ ആ സൈനികർക്കൊപ്പം പോകുന്നു. തങ്ങളുടെ പെൺമക്കളുടെ ജീവൻ രക്ഷപ്പെട്ടതിൽ മജിസ്ട്രേറ്റിനും ഭാര്യയ്ക്കും ശരിക്കും സന്തോഷമാവുന്നുണ്ട്. ബിങ്ഷുവിൻ്റെ ഒപ്പം പോകാനുള്ള ബാക്കി 98 പെൺകുട്ടികളും അവൻ്റെ മുന്നിൽ എത്തിയിരുന്നു. 2 പേരെ മാത്രമാണ് ഇപ്പോൾ കുറവുള്ളത്. ആ സ്ഥാനത്തേക്കാണ് ദാലിയും ഷാവോയും കൂടി എത്തുന്നത്. ബിങ്ഷുവിൻ്റെ കണ്ണിൽ പെടാതിരിക്കാനായി 2 പേരും ഏറ്റവും പുറകിലാണ് നിന്നതെങ്കിലും ആദ്യമേ തന്നെ അവൻ അവരെ നോട്ട് ചെയ്യുന്നു. അതോടെ പിന്നെ അവർ ഒളിക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പോഴത്തെ സിറ്റുവേഷനിൽ ബിങ്ഷുവിന് പിന്നെ അവരെ മാറ്റാനുള്ള സാഹചര്യവും ഉണ്ടാവുന്നില്ല. അങ്ങനെ അവരെയും കൊണ്ട് തന്നെ അവൻ യാത്ര തുടങ്ങാൻ തയ്യാറാവുന്നു. ഫെയ്യു ഗാർഡ്സിൻ്റെ കൂട്ടത്തിൽ അവൻ മാത്രമാണ് ഈ പെൺകുട്ടികൾക്കൊപ്പം പോകുന്നത്. ബാക്കി എല്ലാവരോടും തിരികെ പൊയ്ക്കോളാൻ അവൻ ഓർഡർ നൽകുന്നുണ്ട്. അവൻ്റെ അസിസ്റ്റൻറ്റ് വളരെ സന്തോഷത്തോടെയാണ് ഇവന് വിജയാശംസകളൊക്കെ അറിയിച്ചിട്ട് ഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അങ്ങനെ ആ പെൺകുട്ടികളെയും കയറ്റി ബിങ്ഷു ഡ്രീം ദേവതയുടെ സ്ഥലം അന്വേഷിച്ചുള്ള യാത്ര തുടങ്ങുന്നു.
എങ്ങോട്ടാണ് ഷിപ്പ് നയിക്കേണ്ടതെന്നും അവനിപ്പോൾ യാതൊരു ഐഡിയയുമില്ല. അതിൻ്റെ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അധികം വൈകാതെ നമുക്കൊരാൾ വഴി കാണിച്ചു തന്നോളും എന്നാണ് അവൻ പറയുന്നത്. ഇവർ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ കൊടുങ്കാറ്റ് വീശാനും മഴ പെയ്യാനും ഒക്കെ തുടങ്ങുന്നുണ്ട്. കപ്പൽ തകർന്ന് തങ്ങളെല്ലാവരും കടലിൽ വീണ് മരിക്കുമെന്ന് എല്ലാവർക്കും പേടിയാവുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടികളെല്ലാം കൂടി ഡ്രീം ദേവതയെ വിളിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ശാവോ മാത്രം അങ്ങനെ പ്രാർത്ഥനയൊന്നുമില്ലാതെ ഇതെല്ലാം നോക്കി കണ്ടിരിക്കുകയാണ്. ബിങ്ഷു തൻ്റെ കൈവശമുണ്ടായിരുന്ന ആ ഡ്രീം ദേവതയുടെ പെയിൻറ്റിംഗ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട്, നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്, എന്നിട്ട് ഞങ്ങളെ അപകടത്തിൽപ്പെടുത്തുകയാണോ, ഞങ്ങൾക്ക് ശരിക്കുള്ള വഴി കാണിച്ചു തരാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്തായാലും കാർമേഘമൊക്കെ മാറിയിട്ട് സൂര്യൻ തെളിയുന്നു. കുറച്ച് അകലെയായിട്ട് ഇവർ പറഞ്ഞു കേട്ടിട്ടുള്ള ആ സെലസ്റ്റിയൽ മൗണ്ടനും കാണുന്നുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ കരുതിയിരിക്കുന്നത് ആ സെലസ്റ്റിയൽ മൗണ്ടനിലാണ് ആ വിശുദ്ധമായിട്ടുള്ള യൂലി സ്പ്രിംഗ് ഉള്ളത് എന്നാണ്. അങ്ങനെ ഒരു വിശ്വാസത്തോടെയാണ് ഇവരെല്ലാം ഈ ദേവതയെ സെർവ് ചെയ്യാനായിട്ട് പോകാൻ തയ്യാറെടുക്കുന്നത്. അടുത്തിവിടെ ഒരു ഡീമൻ്റെ സാന്നിധ്യമുള്ളതായിട്ട് ടാനർ ബിങ്ഷുവിന് സിഗ്നൽ നൽകുന്നുണ്ട്. അവൻ ടാനറെ സമാധാനിപ്പിച്ച് നിർത്തുന്നു. ബാക്കി പെൺകുട്ടികളെല്ലാം സെലസ്റ്റിയൽ മൗണ്ടൻ കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തിലാണ്. അവിടെയുള്ള യൂലി സ്പ്രിങ്ങിലെ വെള്ളം കുടിച്ച് തങ്ങൾക്കെല്ലാം ഇമ്മോർട്ടാലിറ്റി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരെല്ലാവരും. ബിങ്ഷു പതുക്കെ ഷാവോയുടെ അടുത്ത് എത്തിയിട്ട് ആ സ്ഥലം വളരെ അപകടം പിടിച്ചതാണ്, നന്നായി ശ്രദ്ധിച്ച് നിൽക്കണം എന്നൊരു ഉപദേശം നൽകുന്നുണ്ട്. ഹോങ്ങയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഷാവോയ്ക്ക് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ എല്ലാവരും കൂടി ആ സെലസ്റ്റിയൽ മൗണ്ടനിലെത്തുന്നു. അവിടുത്തെ കാഴ്ച അതിമനോഹരമായിരുന്നു. കണ്ണെത്താത്ത ദൂരത്തോളം പല നിറത്തിലും തരത്തിലുമുള്ള പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് അവർ കാണുന്നു. അവരാരും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരുപാട് പൂക്കൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കൗതുകത്തോടെ എല്ലാവരും ഓടി നടന്ന് അതൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അതിലൊന്നും തൊടരുത്, എല്ലാവരും അവരുടെ മാനേഴ്സ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം എന്നൊക്കെ ബിങ്ഷു എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവനിങ്ങനെ തങ്ങളെ ഓർഡർ ഇടുന്നത് ആ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവരെല്ലാം ഉയർന്ന ഒഫീഷ്യൽസിൻ്റെ മക്കളാണല്ലോ, അതിൻ്റേതായ അഹങ്കാരം എല്ലാവർക്കും ഉണ്ട്. വെറുമൊരു ഡീമൺ സ്ലെയറായ നീ ഞങ്ങളെ ഭരിക്കാൻ വരികയാണോ എന്ന് കൂട്ടത്തിൽ 1-2 പേർ അവനോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവരെ റിസീവ് ചെയ്യാനായിട്ട് ഡ്രീം ദേവതയുടെ അസിസ്റ്റൻസ് അങ്ങോട്ടേക്ക് എത്തുന്നു. അക്കൂട്ടത്തിൽ പിയാനുമുണ്ട്. പക്ഷെ അവളൊരു മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ ദേവതമാരാണ് എന്നാണ് ഈ പെൺകുട്ടികളൊക്കെ വിചാരിക്കുന്നത്. ആ അസിസ്റ്റൻസ് തങ്ങളെ പരിചയപ്പെടുത്തുന്നു. വിധിയുണ്ടെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ആ പെൺകുട്ടികൾക്കും തങ്ങളെപ്പോലെ ഇവിടെ ഡ്രീം ദേവതയുടെ അസിസ്റ്റൻസായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നും അവർ പറയുന്നുണ്ട്. അതിനുശേഷം ബിങ്ഷുവിനോട് തിരികെ പോയിക്കോളാൻ അവർ പറയുന്നു. കാരണം ഈ ഐലൻഡിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, പുരുഷന്മാർക്ക് അവിടെ പ്രവേശനമില്ല. അതുകൊണ്ട് അവനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ രാജാവിൻ്റെ ഓർഡർ അനുസരിച്ച് ആ പെൺകുട്ടികളെയും കൊണ്ട് വന്നിരിക്കുന്ന സ്ഥിതിക്ക് നേരിട്ട് ഡ്രീം ദേവതയുടെ മുന്നിലെത്തി അവർക്ക് ഈ പെൺകുട്ടികളെ കൈമാറിയാലേ തൻ്റെ ഡ്യൂട്ടി പൂർത്തിയാവൂ. എന്നാലേ രാജാവിനോട് തിരികെ ചെന്ന് എന്തെങ്കിലും മറുപടി നൽകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഡ്രീം ദേവതയെ കണ്ടിട്ടേ താൻ പോവുകയുള്ളൂ എന്ന് ബിങ്ഷു ഉറപ്പിച്ച് പറയുന്നു. പിയാൻ അവനെ പിന്തിരിപ്പിക്കാനായി പലതും പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ബിങ്ഷു പിന്മാറാൻ തയ്യാറാവുന്നില്ല. ഈ ഐലൻഡിലേക്ക് കയറുന്ന ആദ്യത്തെ പുരുഷൻ നീയാണ്, ചിലപ്പോൾ അവസാനത്തേതും നീ തന്നെ ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ ജീവന് വരെ ഭീഷണി ഉണ്ടാവും എന്ന് പോലും പിയാൻ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് പോലും ബിങ്ഷു തനിക്ക് ഡ്രീം ദേവതയെ കണ്ടേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നു. അങ്ങനെ അവർ അവനെയും അവരുടെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഷാവോ ഈ പെൺകുട്ടികളുടെ ഏറ്റവും പുറകിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് കുറച്ചപ്പുറത്ത് കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ നിന്ന് ഈ ചെടികളൊക്കെ നനയ്ക്കുന്ന അവൾ കണ്ടത്. അങ്ങനെ അവരുടെ അടുത്തേക്ക് എന്നിട്ട് അവൾ ആ പൂക്കളെ പറ്റി അന്വേഷിക്കുന്നു. അപ്പോഴാണ് അതൊന്നും പൂക്കളല്ല, ഇതൊക്കെ മനുഷ്യരുടെ ഹൃദയമാണ് എന്ന് അവർ പറഞ്ഞ് അവൾ അറിയുന്നത്. ഈ പൂക്കളൊക്കെ കുറച്ച് കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് അവിടെ ഹൃദയം ഉണ്ടായി വരും. ആ ഹൃദയമാണ് ഈ ഡ്രീം ദേവത തൻ്റെ ആരോഗ്യം നിലനിർത്താനായി ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഇതൊക്കെ ഇവിടെ പരിപാലിക്കുന്നത് എന്നൊക്കെ ആ സ്ത്രീ അവളോട് പറയുന്നു. എന്തായാലും ഷാവോ പിന്നെ അവിടെ നിൽക്കാതെ ആ പെൺകുട്ടികൾക്കൊപ്പം ഓടി ചെല്ലുന്നുണ്ട്. ഈ പെൺകുട്ടികൾക്കിടയിൽ ഇതിനിടയിൽ ഒരു സംസാരം നടക്കുന്നുണ്ടായിരുന്നു. അവരെ റിസീവ് ചെയ്യാനായിട്ട് 4 സുന്ദരിമാരായിരുന്നു അങ്ങോട്ടേക്ക് വന്നത്. ഇവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ സുന്ദരി എന്നുള്ള കാര്യത്തിലായിരുന്നു ഇവരുടെ ഇടയിൽ സംശയമുണ്ടായത്. പിയാനെ എല്ലാവർക്കും ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവൾ മാസ്ക് വെച്ചിരിക്കുന്നതിനാൽ അവളുടെ കണ്ണുകൾ മാത്രമേ അവർക്കിപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കി മുഖം എങ്ങനെയാണ് എന്നറിയാനുള്ള താല്പര്യം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അവളോട് തന്നെ ആ മാസ്ക് മാറ്റാൻ ആവശ്യപ്പെടാൻ ഈ പിയാൻ്റെ കൂടെയുള്ള യൂനിങ് അവരിലൊരാളോട് പറയുന്നു. അങ്ങനെ കുറച്ച് പേർ പിയാൻ്റെ അടുത്ത് നിന്ന് ആ മാസ്ക് ഒന്ന് മാറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൾ അതിന് തയ്യാറാവാതെ നിൽക്കുകയാണ്. യൂനിങ് ഉടനെ ഈ പിയാൻ്റെ പേര് വിളിച്ച് അവളോട് സംസാരിച്ചിട്ട് അവളോട് മാസ്ക് മാറ്റാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആ പേര് വിളിക്കുന്നത് കേട്ടപ്പോൾ ബിങ്ഷു തനിക്ക് പരിചയമുള്ള ആരെയോ കാണുന്നത് പോലെ അമ്പരപ്പോടെ പിയാനെ നോക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. എന്തായാലും എല്ലാവരുടെയും നിർബന്ധം കാരണം പിയാൻ തൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ മാസ്ക് ഊരി മാറ്റുന്നു. അവളുടെ മുഖത്ത് മുറിവേറ്റ ഒരു വലിയ അടയാളം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അവൾ മുഖം മറച്ചു വെച്ചിരുന്നത്. അത് കണ്ടപ്പോൾ പെൺകുട്ടികളൊക്കെ പേടിക്കുന്നുണ്ട്. യൂനിങ്ങിന് പിയാനോട് നല്ല അസൂയയാണ് എന്ന് അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാവും. പിയാനെ കളിയാക്കുന്ന രീതിയിൽ യൂനിങ് സംസാരിക്കുന്നുണ്ടെങ്കിലും അവൾ അത്ര കാര്യമാക്കുന്നില്ല. ഞാൻ ഒരു വലിയ തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷയായിട്ടാണ് ഡ്രീം ദേവത എനിക്ക് ഈ മുറിവ് തന്നത്. അതുകൊണ്ട് ഭാവിയിൽ നിങ്ങളിത് കണ്ടു പഠിച്ചിട്ട് എന്നെപ്പോലെ തെറ്റുകളൊന്നും ചെയ്യാതെ ഇവിടെ
ഇവിടെ നല്ല രീതിയിൽ പെരുമാറി നിൽക്കാൻ ശ്രമിക്കണം എന്ന് പിയാൻ എല്ലാവരോടുമായി പറയുന്നു. ഇത്ര വലിയൊരു ശിക്ഷ കിട്ടാൻ വേണ്ടി എന്ത് തെറ്റായിരിക്കും ഇവൾ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് പിയാനെ കുറിച്ച് ആ പെൺകുട്ടികൾ അടക്കം പറയാൻ തുടങ്ങുന്നുണ്ട്. ഇത് ബിങ്ഷുവിന് ഇഷ്ടപ്പെടുന്നില്ല. അവൻ ആ പെൺകുട്ടികളോടായിട്ട് പിയാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. മുഖത്തിൻ്റെ സൗന്ദര്യമല്ല പ്രധാനം, മനസ്സിൻ്റെ സൗന്ദര്യമാണ്. ഈ പെൺകുട്ടിയുടെ മുഖത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിലും അവളുടെ ഉള്ളിലെ സൗന്ദര്യം വളരെ വലുതാണ് എന്നൊക്കെ പറഞ്ഞ് പിയാനെ പൊക്കിയാണ് അവൻ സംസാരിക്കുന്നത്. അവനിങ്ങനെ പെൺകുട്ടികളെ പൊഴുത്തി സംസാരിക്കുന്നത് ഷാവോയും താലിയെയും ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പിയാന് പക്ഷേ ഈ പുകഴ്ത്തലിലോ അല്ലെങ്കിൽ അവരുടെ തർക്കങ്ങളിലോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. തൽക്കാലം സംസാരം അവസാനിപ്പിച്ചിട്ട് എല്ലാവരും തന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞ് അവൾ മുന്നോട്ട് നടക്കുന്നു. എല്ലാവരും അവൾക്ക് പിന്നാലെയും പോകുന്നുണ്ട്. കുറച്ച് ചെന്ന് ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ ഇനി അകത്തേക്ക് പോകാൻ കഴിയില്ല. ഇനി ഡ്രീം ദേവത അവരെയൊക്കെ കാണണമെങ്കിൽ അതിന് കുറച്ച് ടെസ്റ്റൊക്കെ പാസ്സാവണം. ആ ടെസ്റ്റ് പാസ്സാവുന്ന കഴിവുള്ളവരെ മാത്രമായിരിക്കും ഡ്രീം ദേവത നേരിട്ട് കാണുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന് പിയാൻ എല്ലാവരെയും അറിയിക്കുന്നു. ടെസ്റ്റിനെ പറ്റി കേട്ടപ്പോൾ ആ പെൺകുട്ടികളുടെ സേഫ്റ്റിയെ പറ്റി ബിങ്ഷുവിന് ആശങ്ക ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ആ ടെസ്റ്റ് അപകടം പിടിച്ചതാണോ, അവരുടെ ജീവന് എന്തെങ്കിലും ആപത്തുണ്ടാകുമോ എന്ന് അവൻ അന്വേഷിക്കുന്നു. അവന് ഇത്ര ആകാംക്ഷ ഉണ്ടെങ്കിൽ അവൻ ആ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാൻ പിയാൻ പറയുന്നുണ്ടെങ്കിലും അതിനെനിക്ക് താല്പര്യമില്ല. ഈ ടെസ്റ്റിൽ പങ്കെടുക്കണോ വേണ്ട എന്നുള്ളതൊക്കെ ഈ വന്നിരിക്കുന്ന പെൺകുട്ടികളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. എനിക്ക് എൻ്റെ ഡ്യൂട്ടി പൂർത്തിയാക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ബിങ്ഷു പറയുന്നു. ഈ സമയത്താണ് ഷാവോയും ദാലിയും ആ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് യൂനിങ് കാണുന്നത്. അതോടെ അവൾ പ്രതികാരം ചെയ്യാനായി വന്നിരിക്കുകയാണോ എന്ന് ചോദിച്ച് യൂനിങ്ങും വേറെ അസിസ്റ്റൻറ്റും കൂടി അവരുടെ നേർക്ക് നീങ്ങുന്നു. ഹോങ്ങിയെ അന്വേഷിച്ചാണ് താൻ വന്നിരിക്കുന്നത്. ഹോങ്ങി എവിടെയെന്ന് ഷാവോ അവരോട് ചോദിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് കണ്ട ആ പൂക്കളിൽ ഒരാളായി അവൻ മാറിക്കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആ ചെടികൾക്കുള്ള വളമായിട്ട് എപ്പോഴേ അവൻ്റെ ശരീരം മാറിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇവർ ഷാവോയെ ദേഷ്യം പിടിപ്പിക്കുന്നു. ഷാവോ ദേഷ്യം പിടിച്ച് അവരെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. അവർ തിരിച്ച് അവളുമായി ഫൈറ്റ് ചെയ്യാനും തുടങ്ങുന്നു. പക്ഷെ ബിങ്ഷു ഇതിനിടയിൽ കയറി ഇവരെ തടയുന്നുണ്ട്. ടാനർ ഡീമൻസ് ഉണ്ടെങ്കിൽ സിഗ്നൽ നൽകേണ്ടതാണല്ലോ, പക്ഷേ അവരിവിടെ എത്തി ഇത്രയും സമയമായിട്ടും ടാനർ ഇതുവരെ അവന് സിഗ്നൽ ഒന്നും നൽകിയിട്ടില്ല. അതിൻ്റെ അർത്ഥം അവിടെ നിൽക്കുന്നവരിൽ ആരും ഡീമൻസ് അല്ല, മനുഷ്യരാണ് എന്നാണ്. നിങ്ങളൊക്കെ നേരിൻ്റെ പാത വിട്ട് മറ്റൊരു തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച് തുടങ്ങി എന്നേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിലും ഇതിൽ നിന്ന് പിന്മാറി നേർവഴിക്ക് നടക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളോടൊക്കെ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ബിങ്ഷു ആ പെൺകുട്ടികളോടായിട്ട് പറയുന്നു. പക്ഷേ അവർ അവനെ പുച്ഛിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവർ ഈ നിൽക്കുന്ന ആ സ്ഥലം വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജകൊട്ടാരം പോലെയാണ് എല്ലാവർക്കും കാഴ്ചയിൽ ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് ശരിക്കും അങ്ങനെയല്ല. ഈ സ്ഥലത്തിൻ്റെ ശരിക്കുള്ള രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ബിങ്ഷു ടാനറോട് അവളുടെ ശക്തി ഉപയോഗിച്ച് ആ സ്ഥലത്തിൻ്റെ ഒറിജിനൽ രൂപം എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറയുന്നു. അങ്ങനെ ടാനർ പുറത്തു വന്ന് എന്തോ ശക്തി പ്രയോഗിച്ചപ്പോൾ ആ സ്ഥലം മുഴുവൻ പൊടി പിടിച്ച് നശിച്ചു കിടക്കുന്ന ഒരു പ്രദേശമായി മാറുന്നുണ്ട്. പിയാൻ ഉൾപ്പെടെയുള്ള ഡ്രീം ദേവതയുടെ അസിസ്റ്റൻസ് എല്ലാവരും ഈ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടുന്നു. ബാക്കി പെൺകുട്ടികളും ആകെ പേടിച്ചു പോകുന്നുണ്ട്. ബിങ്ഷു എന്തോ മാജിക്ക് കാണിച്ച് ആ സ്ഥലം അങ്ങനെ ആക്കിയതാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. അവനോട് സ്ഥലമെല്ലാം പഴയതുപോലെ ആക്കാൻ അവർ ആവശ്യപ്പെടുന്നു. ഇവിടെ മാജിക്ക് പ്രയോഗിച്ചത് ഞാനല്ല, ഇതെല്ലാം ഡ്രീം ദേവത ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ്. ആ ഇല്യൂഷനിൽ പെട്ടുപോയിരിക്കുന്നത് നിങ്ങളാണ് എന്ന് ബിങ്ഷു എല്ലാവരോടുമായിട്ടും പറയുന്നു. ഈ സമയത്ത് ഷാവോ വീണ്ടും യൂനിങ്ങിനോട് ഹോങ്ങിയെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. ഹോങ്ങി അവിടെ വന്നിരുന്നു, പക്ഷെ അവൻ എവിടെയാണെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. ഡ്രീം ദേവത നേരിട്ടാണ് അവനെ ഡീൽ ചെയ്തതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാക്കി പെൺകുട്ടികളെല്ലാം തങ്ങൾക്ക് തിരികെ പോകണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. അവർ തിരികെ ഷിപ്പിലേക്ക് പോകാനും തുടങ്ങുന്നുണ്ട്. പക്ഷേ ബിങ്ഷു അവരെ തടയുന്നു. രാജാവാണ് തങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. ഡ്രീം ദേവതയെ പുറത്ത് കൊണ്ടുവരാനുള്ള രാജാവിൻ്റെ തന്ത്രമാണിത്. അതുകൊണ്ട് ആർക്കും ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. തങ്ങളുടെ ഡ്യൂട്ടി പൂർത്തിയാക്കിയാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ ഒറ്റയ്ക്ക് എന്തായാലും ഡ്രീം ദേവതയെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പിയാൻ ഈ സമയത്ത് പറയുന്നു. അതോടെ ബിങ്ഷു അവളുടെ നേർക്ക് തിരിയുന്നുണ്ട്. അവളുടെ ബ്രദർ ലൂത്തോങ് ഫെയ്യുഗാഡ്സിൽ അവൻ്റെ സീനിയർ ആയിരുന്നു. അതുകൊണ്ടാണ് ആ പേര് കേട്ടപ്പോൾ നേരത്തെ അവൻ ഷോക്കായതുപോലെ പിയാനെ നോക്കിയത്. ലുതോങ്ങിനെ പറ്റി ബിങ്ഷു അവളോട് സംസാരിക്കുന്നു. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു, ഒരുമിച്ച് ഒരുപാട് ഡീമൻസിനെ കൊന്നിട്ടുണ്ട്. തനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നുവെന്നും ചെറുപ്പത്തിൽ അവളെ ഒരു ഡീമൻ പിടികൂടിക്കൊണ്ട് പോയതാണെന്നും അവളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിന് പ്രതികാരം ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഫെയ്യുഗാഡ്സിൽ ചേർന്നത് എന്നുമൊക്കെ ലുതോങ് തന്നോട് പറഞ്ഞിരുന്നതിനെ പറ്റിയും ബിങ്ഷു പറയുന്നു. അവൻ്റെ സഹോദരിയുടെ പേര് ലു പിയാൻ എന്നായിരുന്നു. നിന്നെ ചെറുപ്പത്തിലെ ഇവിടെ തട്ടിക്കൊണ്ട് വന്നതായിട്ടും നിനക്കിപ്പോഴും നിൻ്റെ പേര് ഓർമ്മയുണ്ടല്ലോ. നിനക്ക് ലുതോങ് എന്ന പേരിലൊരു സഹോദരൻ ഉണ്ടായിരുന്നതിനെ പറ്റി നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ബിങ്ഷു പിയാനോട് ചോദിക്കുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ അവൾ വളരെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. ലുതോങ് തൻ്റെ ബ്രദറാണ് എന്ന് അവൾ സമ്മതിക്കുന്നു. അവനിപ്പോൾ എവിടെയാണെന്നും അന്വേഷിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഡ്രീം ദേവതയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവളെ ലുതോങ്ങിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് ബിങ്ഷു പറയുന്നു. പക്ഷെ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയത്താണ് യൂനിങ് മുന്നോട്ട് വന്നിട്ട് ഡ്രീം ദേവത എവിടെയാണുള്ളതെന്ന് താൻ കാണിച്ചു തരാം, തങ്ങളെ എല്ലാവരെയും ഡ്രീം ദേവതയുടെ പിടിയിൽ നിന്ന് അവൻ രക്ഷിക്കണം എന്നൊക്കെ അവനോട് പറയുന്നത്. അവനത് സമ്മതിക്കുന്നു. അങ്ങനെ യൂനിങ് അവന് വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബിങ്ഷു പോകാൻ തുടങ്ങിയപ്പോൾ ഷാവോയും ദാലിയും കൂടി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. സൂക്ഷിച്ചു വരണമെന്ന് അവൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
പിയാമിയാൻ ഒരിക്കൽ കൂടി മിങ്ഷുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് പോയാൽ നിനക്ക് ഈ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാം, പക്ഷേ മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ ജീവനോടെ തിരികെ പോകാൻ പറ്റില്ല എന്ന് അവൾ മുന്നറിയിപ്പ് നൽകുന്നു. ഫെയ്യുഗാർഡായ തൻ്റെ ഡ്യൂട്ടിയാണിത്, അതുകൊണ്ട് തനിക്ക് വഴി കാണിച്ചു തരാൻ മിങ്ഷു വീണ്ടും അവളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പിയാൻ തന്നെ അവനെ ഡ്രീം ദേവതയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്.